ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ 16-ാം തീയതി കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ കം ഡ്രൈവറുടെ കുറച്ച് കറണ്ട് അഫെയർ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് കറണ്ട് അഫെയറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തത്, യൂണിസെഫിൻ്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലാണ് അല്ലേ. കാതറിൻ റസൽ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? കാതറിൻ റസലാണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം, ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്കിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്താണ് യൂണിസെഫ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മുടെ ഈ ലോകത്തുള്ള കുട്ടികൾക്ക് മാനുഷികവും വികസനപരമായിട്ടുള്ളൊരു സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസിയാണ് യൂണിസെഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് യൂണിസെഫിൻ്റെ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, രോഗപ്രതിരോധ കുത്തിവെപ്പുകളും രോഗപ്രതിരോധവും നൽകുക എന്നുള്ളത് യൂണിസെഫിൻ്റെ ഒരു പ്രധാന കടമയാണ്. പിന്നെന്താണ്? HIV ബാധിതരായ കുട്ടികൾക്കും അമ്മമാർക്കും ചികിത്സ നൽകുക എന്നുള്ളതും, ബാല്യവും മാതൃപോഷകാഹാരവും വർദ്ധിപ്പിക്കുക എന്നുള്ളതും, ശുചിത്വം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, ദുരന്തങ്ങൾക്ക് മറുപടിയായി അടിയന്തര സഹായം നൽകുക എന്നതൊക്കെ നമ്മുടെ യൂണിസെഫിൻ്റെ കടമകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി നോക്കൂ, നമ്മുടെ യൂണിസെഫിൻ്റെ സ്ഥാപകൻ ആരാണ്? ലുഡ്വിഗ് രാജിച്ച്മാനാണ് കേട്ടോ. ലുഡ്വിഗ് രാജിച്ച്മാനാണ് നമ്മുടെ യൂണിസെഫിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. 1946 ഡിസംബർ 11 മുതൽ യൂണിസെഫ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1946 ഡിസംബർ 11 എന്ന് പറയുന്നത്. പിന്നെ ഓരോ രാജ്യത്തു നിന്നും നമ്മുടെ യൂണിസെഫിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം അംബാസഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് സച്ചിൻ തെണ്ടുൽക്കറും ആയുഷ്മാൻ ഖുറാനയുമായിരുന്നു. ഇപ്പം നിലവിലാരാണ്? കരീന കപൂർ ഖാനാണ് കേട്ടോ. മെയ് 24 മുതൽ കരീന കപൂർ ഖാനാണ് യൂണിസെഫിൻ്റെ അംബാസഡറായിട്ട് നിയമിതയായത്. പിന്നെ നോക്കൂ, ഹിമ ദാസ്, ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഹിമ ദാസ്, അതാരാണ് നമുക്കറിയാലോ. ഏഷ്യൻ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ജേതാവൊക്കെ ആയിരുന്നു ഹിമ ദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിമ ദാസിനെ നമ്മുടെ യൂത്ത് അംബാസഡറായിട്ട് യൂണിസെഫ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആരെയാണ്? അപ്പോൾ ഹിമ ദാസ് ദിങ് എക്സ്പ്രസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കൂ, മില്ലി ബോബി ബ്രൗൺ, ഈ പേര് കേട്ടിരിക്കാൻ ചിലവർ നന്നായിട്ട് കറണ്ട് അഫെയറൊക്കെ നോക്കുന്നവർ കേട്ടിട്ടുണ്ടാവും അല്ലേ. മില്ലി ബോബി ബ്രൗൺ ഏറ്റവും ഏജ് കുറഞ്ഞ നമ്മുടെ യൂണിസെഫിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അംബാസഡർ ആര്? മില്ലി ബോബി ബ്രൗൺ എന്ന് പറയുന്നത് കേട്ടോ. ബ്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസെഫിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അംബാസഡറാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കരീന കപൂർ ഖാൻ മെയ് 24 തൊട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് യൂണിസെഫിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതയായിട്ടുണ്ട്. പിന്നെ ഈ പ്രവർത്തനങ്ങൾ, യൂണിസെഫ് നടത്തുന്ന പ്രവർത്തനങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഐക്യരാഷ്ട്രസഭ ആചരിച്ച് വരുന്ന ഓരോ വർഷവും ഓരോ തീം വെച്ചിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നോക്കൂ, 2024 നമ്മളോട് ചോദിച്ചു അല്ലേ, ഏതായിരുന്നു? ഒട്ടക വർഷമാണ് അല്ലേ. 2023 അതുപോലെ ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചിട്ടുണ്ടായിരുന്നു. ചെറുധാന്യ വർഷമായിട്ട് കേട്ടോ. 2024 ഒട്ടക വർഷം. ഇനി നോക്കൂ, 2025 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. അപ്പോൾ ഇത്രയും 2025 തീമാണ് അല്ലേ. എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഇനി നോക്കൂ, 2026 അന്താരാഷ്ട്ര റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് വർഷം, സുസ്ഥിര വികസനത്തിനായിട്ടുള്ള അന്താരാഷ്ട്ര വളണ്ടിയർ വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ഏതാണ് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം? 2026 അല്ലേ ആചരിക്കുന്നത്. നോക്കൂ, അപ്പോൾ 2026 ഈ പാസ്റ്ററലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുന്നുകളിൽ നമ്മൾ ഈ ആടും
പശുക്കളെയൊക്കെ മേയ്ക്കുന്നവരില്ലേ, ആട്ടിടയന്മാർ, അവർ പറയുന്നതാണ് കേട്ടോ ഈ പാറ്റേർലിസ്റ്റ് എന്ന് പറയുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഉള്ളൊരു വർഷമായിട്ടാണ് 2026 ഐക്യരാഷ്ട്രസഭ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നോക്കൂ, 2027 എന്താണ് അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധശേഷിയുമുള്ളതുമായ ടൂറിസം വർഷമാണ്. 2027 എന്ന് പറയുന്നത് കേട്ടോ. ഐക്യരാഷ്ട്രസഭ 2027 അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധശേഷിയുമുള്ളതുമായ ടൂറിസം വർഷമായിട്ടാണ് ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി 2029 എന്താണ് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധഗ്രഹ പ്രതിരോധ വർഷം. 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധ ഗ്രഹ പ്രതിരോധ വർഷമായിട്ടും എന്താണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നോക്കൂ, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം എന്താണ് 2026. ഹിമാനി സംരക്ഷണ വർഷം 2025. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയാണ്. നിങ്ങളിത് നോട്ട് എഴുതിയിട്ട് തന്നെ വീണ്ടും എന്താണ് അടുത്ത എക്സാംസിന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നമ്മുടെ PSCയുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് എന്താണ് പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും, ആ ഒരു വർഷത്തെ അവയുടെ പ്രമേയങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. 2024 എന്തായിട്ടാണ് പ്രമേയം? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ്. 2025 ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക 2025 തണ്ണീർത്തട ദിന പ്രമേയമാണ് കേട്ടോ. ഇനി നോക്കൂ, മാർച്ച് 8 എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനം. 2025 പ്രമേയം എന്താണ്? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. ഇനി നോക്കൂ, നമുക്കറിയാമല്ലേ ഈ വനജല കാലക്ഷയം എന്നുള്ളത് നമ്മളൊരു കോഡ് വെച്ചിട്ട് പഠിക്കണതാണ് അല്ലേ. അപ്പോൾ ഇത് ഇത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, മാർച്ച് 21 തൊട്ടാണല്ലേ തുടങ്ങുന്നത്, 24 വരേക്ക് അല്ലേ. 21, 22, 23, 24 നമ്മളൊരു കോഡ് പോലെ പഠിച്ചു പോയതാണ് അല്ലേ. നോക്കൂ, 21 ലോക വനദിനം. 2025 പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 ഓർക്കാൻ സിമ്പിളാണ് അല്ലേ, ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ഇനി നോക്കൂ, 22 എന്നാണ് ലോക ജലദിനം. എന്താണ്? ഹിമാനി സംരക്ഷണം. 2025 പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണം. ഇത് തന്നെയാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭ 2025 എന്ത് വർഷം കൂടിയായിട്ട് ആചരിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട്? എന്താണ്? ഹിമാനി വർഷമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നതും. ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഹിമാനി സംരക്ഷണം. ഇനി നോക്കൂ, ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. നോക്കൂ, മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക എന്നുള്ളതാണ് കേട്ടോ. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക എന്നതാണ് ലോക കാലാവസ്ഥാ ദിനത്തിലെ 2025 പ്രമേയം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, മാർച്ച് 24 എന്താണ്? ലോക ക്ഷയദിനം. അതിലെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്ഷയം. നോക്കൂ, 2025 പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ. ഇതാണ് എന്തെന്ന് പറയുന്നത് 2025 ക്ഷയദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഏപ്രിൽ 7 നമുക്കറിയാം എന്താണ്? ലോക ആരോഗ്യ ദിനമാണ് അല്ലേ. ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത്. 2025 പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുള്ള ഭാവികൾ. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുള്ള ഭാവികൾ എന്ന് പറയുന്നത് 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ എന്താണ്? പ്രമേയമാണ്. ഇനി നോക്കൂ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്താണ് പ്രമേയം? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് കേട്ടോ. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ് ഇതിൻ്റെ ഒരു ആതിഥേയ രാജ്യം ചോദിക്കാറുണ്ട് അല്ലേ. പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയ രാജ്യങ്ങൾ ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ആതിഥേയ രാജ്യം ഏതായിരുന്നു? ദക്ഷിണ കൊറിയ ആയിരുന്നു കേട്ടോ. 2025 ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദക്ഷിണ കൊറിയ ആയിരുന്നു. ദക്ഷിണ കൊറിയ. ഇനി നോക്കൂ, 2024 2024 കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാലേ ഏതാണ്? സൗദി അറേബ്യ ആയിരുന്നു. സൗദി അറേബ്യ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ഒന്നും കൂടിയുണ്ട്, ജൂൺ 21 യോഗാ ദിനം. യോഗാ ദിനം എന്താണ്? യോഗാ ദിനത്തിൻ്റെ പ്രമേയം ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. സിമ്പിളാണല്ലേ. ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ എന്നുള്ളതാണ് 2025 യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട് നോട്ട് ചെയ്തിട്ട് വീണ്ടും എക്സാമിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് പോവാം. നോക്കൂ,
കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിൽ ആണ്. പിന്നെന്താണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല. അപ്പോൾ ആൻസർ ഏതാണ് വരിക? 4 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 4 വരിക കേട്ടോ. അപ്പോൾ നോക്കൂ, ശരിയായത് നമുക്കൊന്ന് നോക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറായിരുന്നു. അദ്ദേഹം എവിടുത്തുകാരനായിരുന്നു? ഉത്തർപ്രദേശുകാരനായിരുന്നു. പിന്നെന്താണ്, ഗവർണറായത് 2019 സെപ്റ്റംബർ മുതലാണ് അല്ലേ. അപ്പം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റുകളും കൂടെ നോക്കാം. അദ്ദേഹം എന്നു മുതൽ എന്ന് വരെയാണ് കേരള ഗവർണർ പദവിയിലിരുന്നത്? 2019, 2024 വരെയായിരുന്നു കേട്ടോ. ആരായിരുന്നു ആരിഫ് ഖാന് മുന്നുണ്ടായിരുന്നത്? ആരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് പി സദാശിവം എന്ന വ്യക്തിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ആര് കയറിയത്? നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കയറിയിട്ടുള്ളത് കേട്ടോ, ഗവർണറായത് 2024 വരേക്ക്. പിന്നെ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, അത് നോർത്ത് വെച്ചേക്കുക. പാഠവും സന്ദർഭവും ഖുറാനും സമകാലിക വെല്ലുവിളികളും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. പാഠവും സന്ദർഭവും ഖുറാനും സമകാലിക വെല്ലുവിളികളും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നോക്കൂ, സമർപ്പൺ. എന്താണ് സമർപ്പൺ എന്ന് പറയുന്നത്? ഈ മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്നവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രേഷ്മയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സംഘടനയാണ് സമർപ്പൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സമർപ്പൺ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷബാനു കേസിലെ എല്ലാവർക്കും അറിയാം, മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസായിരുന്നു. അപ്പോൾ ഈ ഷബാനു കേസിൽ എന്താണ്, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ നിലപാടിനെതിരെ പ്രതിഷേധിച്ച് വ്യക്തിയായിരുന്നു നമ്മുടെ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മുത്തലാഖിനെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കേട്ടോ. നമ്മുടെ ചരൺ സിംഗ്, മുൻ UP മുഖ്യമന്ത്രിയായിരുന്ന ചരൺ സിംഗ് രൂപീകരിച്ചിട്ടുള്ള ഭാരതീയ ക്രാന്തി ദൾ എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കേട്ടോ. രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം കാല് വെച്ചിരിക്കുന്നത് ഭാരതീയ ക്രാന്തി ദൾ എന്ന പാർട്ടിയുടെ കൂടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡോക്ടർ M കുഞ്ഞാമാൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഏതാണ്? എതിര്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ 1943 ജനിച്ചു. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ അദ്ദേഹം മരണമടഞ്ഞത് 2023 ഡിസംബർ 3 കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് 1, 3, 4 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 1, 3, 4 എന്നുള്ളതാണ് ആൻസർ. അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1949 ഡോക്ടർ M കുഞ്ഞാമാൻ്റെ ജനനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ തന്നെയാണ്. 1949 അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ എതിരിന് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ എതിര് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിന്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാക്കി ഇത്രയും നമ്മൾ നോക്കുക. തെറ്റ് ഉള്ളത് 43 1949 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരുന്നു? 6 മെഡലുകളായിരുന്നു അല്ലേ കിട്ടിയിരുന്നത്. 1 സിൽവറും 6 വെങ്കലവും. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത് ആകെ 6 മെഡലുകളായിരുന്നു. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് നമുക്കറിയാം. ഫ്രാൻസിൽ പാരീസിൽ വെച്ചിട്ടായിരുന്നു. എന്ന് മുതലാണ്? ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയൊക്കെയായിരുന്നു നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനു ഭാക്കർ, നീരജ് ചോപ്ര, അമൻ സെഹ്റവത്ത്. മനു ഭാക്കറിനെയും നീരജ് ചോപ്രേനെയും എല്ലാവർക്കും PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ, അല്ലെങ്കിലും എല്ലാവർക്കും അറിയാം. അപ്പോൾ മനു ഭാക്കർ എന്താണ്? അതേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ വനിതയായിട്ട് മനു ഭാക്കർ മാറി കേട്ടോ. അതേ ഒളിമ്പിക്സിൽ 2 മെഡൽ മനു ഭാക്കറിന് ലഭിക്കുകയുണ്ടായി. ഇനി നീരജ് ചോപ്ര
നീരജ് ചോപ്രയ്ക്ക് ഒരു വെള്ളി മെഡലാണ് കേട്ടോ ലഭിച്ചത്. ഒരു വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ആ വെള്ളി മെഡൽ ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കാണ് ലഭിച്ചത്. ഈ മനു ഭാക്കറിന് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ വനിതയായിട്ടും മനു ഭാക്കർ ഈ ഒളിമ്പിക്സോടെ മാറിയിട്ടുണ്ട് കേട്ടോ. മനു ഭാക്കർ ഷൂട്ടിങ്ങിൽ ആദ്യത്തെ മെഡൽ നേടുന്ന വ്യക്തിയും ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന വ്യക്തിയുമായിട്ട് ആരാണ്? മനു ഭാക്കറാണ്. ഇനി നോക്കൂ, അമൻ സെഹ്റവത്ത്, അദ്ദേഹം റെസ്ലിങ്ങിലായിരുന്നു കേട്ടോ. റെസ്ലിങ്ങിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. അദ്ദേഹത്തിന് വെങ്കല മെഡൽ ലഭിച്ചു കേട്ടോ. അദ്ദേഹത്തിനും വെങ്കല മെഡൽ ലഭിച്ചു. കൂടാതെ ഈ ഒളിമ്പിക്കിലെ പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് എന്ന് പറഞ്ഞൊരു ഒരു ബഹുമതിയും കൂടെ അമൻ സെഹ്റവത്ത് നേടുകയുണ്ടായിട്ടോ. ഒളിമ്പിക്കിലെ പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് എന്നുള്ളതും. അപ്പോൾ ഇതിൻ്റെ ഈ മോട്ടോ എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ടു ഓപ്പൺ എന്നുള്ളതായിരുന്നു ഈ പാരീസ് ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് കേട്ടോ. ഗെയിംസ് വൈഡ് ടു ഓപ്പൺ. ആകെ എത്ര രാജ്യങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? 204 രാജ്യങ്ങളാണ് പങ്കെടുത്തത് കേട്ടോ. ഇനി നോക്കൂ, 2028 സമ്മർ ഒളിമ്പിക്സ് എവിടെ നടക്കും? ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടക്കും കേട്ടോ. എവിടെയാണ്? USA ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ട് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കും. പിന്നെ ബ്രിസ്ബെയിനിൽ വെച്ചിട്ട് 2032 സമ്മർ ഒളിമ്പിക്സും നടക്കും കേട്ടോ. അപ്പോൾ ഈ വേദികളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2028 2032. 2028 ലോസ് ഏഞ്ചൽസും പിന്നെ 2032 ബ്രിസ്ബെയിനും ആയിരിക്കും ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ് കേട്ടോ. BR ഗവായി, ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേട്ടോ. BR ഗവായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നുള്ളതാണ് കേട്ടോ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന വ്യക്തിയാണ് നമ്മുടെ BR ഗവായി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആരായിരുന്നു? നമുക്കറിയാമല്ലേ, ജസ്റ്റിസ് ആരായിരുന്നു? KG ബാലകൃഷ്ണനായിരുന്നു അല്ലേ. KG ബാലകൃഷ്ണനായിരുന്നു ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇദ്ദേഹം രണ്ടാമത്തെ ആളാണ് കേട്ടോ. എവിടുത്തുകാരനാണ്? മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയാണ് കേട്ടോ. ഇനി നോക്കൂ, നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുംകാർ ജുംദാർ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പേര് ഓർത്തിരിക്കുക കേട്ടോ. നിതിൻ മധുംകാർ ജുംദാർ ആണ് കേട്ടോ നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിലവിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ BR ഗവായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്രാമത്തെയാണ്? 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ആരെന്ന് പറയുന്നത്? BR ഗവായി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഫുൾ നെയിം ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ഏതൊരു എക്സാമിന് മുന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ജസ്റ്റിസ് YD ചന്ദ്രചൂഡ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫുൾ നെയിം എന്താണെന്നുള്ളത് ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നോക്കൂ, നമ്മുടെ നിലവിലെ കേരള ഗവർണറെയും കൂടെ ഒന്ന് നോക്കാം. ആരാണ്? രാജേന്ദ്ര ആർലേക്കാണ് 23ാമത് ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഗോവയിലെ പനാജി സ്വദേശിക്കാരനാണ് കേട്ടോ. ഗോവ പനാജിയിൽ നിന്നുള്ള വ്യക്തിയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസെൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് അപ്പോയിൻമെൻ്റ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ഏതായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നായി അല്ലേ. ഇതാണ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്. രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കൂടെ നോക്കാം. ഭരണഘടനയുടെ 129ാം ഭേദഗതിയായിട്ടാണ് ഈ ബില്ല് പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. 129ാം ഭേദഗതിയായിട്ടാണ് ഈ ബില്ല് പാർലമെൻറ്റിൽ എത്തിയിരുന്നത്. പിന്നെ നോക്കൂ, 2034 മാത്രമാണ് കേട്ടോ നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും ഒന്നിച്ച് ഇത് പ്രകാരം തിരഞ്ഞെടുപ്പിന് നടക്കുകയുള്ളൂ. ഇത് 2014 മുതൽ മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആശയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു സമിതി ഉണ്ടാക്കി. അതിൻ്റെ അധ്യക്ഷനാണ് ആരധ്യക്ഷനായത്? രാംനാഥ് കോവിന്ദ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷതയിൽ ഒരു സമിതി നിയോഗിക്കുകയാണ് ഉണ്ടായത്. ഇത് ആരാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്? നമ്മുടെ കേന്ദ്ര
കേന്ദ്ര നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാളാണ് കേന്ദ്ര നിയമമന്ത്രിയായിട്ടുള്ള അദ്ദേഹമാണ് ലോകസഭയിൽ 129 ഭേദഗതിയിൽ നമ്മുടെ ഈ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആവശ്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത് കേട്ടോ, ഈ പ്രമേയം ഉന്നയിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നേക്ക് നമ്മൾ നോക്കിയത്. നമ്മൾ ഈ 16-ാം തീയതി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ റിലേറ്റഡ് ഫാക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത എക്സാംസിനൊക്കെ ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത് ഇത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഇനി ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസൊക്കെ ഇടും, കൂടെ ഞാനും പഠിച്ചു പോകുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അടുത്ത വർഷം ഒരു ഗവൺമെൻറ് സർവീസിൽ ഇരിക്കാൻ എനിക്ക് യോഗം ഉണ്ടാവട്ടെ. എല്ലാവർക്കും പഠിക്കുന്ന ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടുന്ന എല്ലാവർക്കും ഒരു അഡ്വൈസ് കിട്ടട്ടെ കയ്യിൽ. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ആ സമയത്ത്. ഇപ്പോൾ കിട്ടുന്ന ഒരുപാട് അപമാനങ്ങളും പിന്നെ കുറേ സങ്കടങ്ങളും കുറേ ഉണ്ടാവില്ല. എന്താ ജോലി ആയില്ലേ, ഇപ്പോഴും ഇതിന് തന്നെ പഠിക്കുകയാണോ, ഇത് കിട്ടാൻ പോകുന്നില്ല, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കത് കിട്ടും. നമ്മൾ ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് നമ്മൾ കയറും, ആ ടാഗൊക്കെ എഴുതിട്ട് പോകുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മളത് മേലെ എടുത്ത് വയ്ക്കുക. നന്നായിട്ട് എഫേർട്ട് ഇടുക കേട്ടോ. എന്തായാലും നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ നമുക്ക് PSC നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. അപ്പോൾ താങ്ക് യു.